ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പറയും, എടാ വിട്ടോ കുഴപ്പമില്ല. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വാഹനത്തിൻ്റെ കണ്ടീഷൻ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് ഞാൻ പറയാൻ വന്നിരിക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് മഴക്കാലം കൂടെയാണ്. വെള്ളക്കെട്ടോ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് എടാ നല്ല അടിച്ച് പറപ്പിച്ച് വിട്ടോ എന്നൊക്കെ നമ്മുടെ കൂട്ടുകാർ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞാലും ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനം വെള്ളത്തിൽ കൂടെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതല്ല. വെള്ളത്തിനകത്തുകൂടെ വെള്ളം അത്യാവശ്യം കുറച്ചുകൂടെയൊക്കെ കയറി, അല്ലെങ്കിൽ ഒരു ടയറിൻ്റെ ഒക്കെ കുറച്ച് പോർഷനിൽ വെള്ളം കയറിപ്പോയി, അല്ലെങ്കിൽ മഴയത്തൂടെ ഓടിക്കുന്നുണ്ടെന്നും കുഴപ്പമില്ല. പക്ഷേ വെള്ളക്കെട്ടിൽ കൂടെ ഓടിക്കാനുള്ളൊരു വസ്തുവല്ല നമ്മുടെ വാഹനങ്ങളൊന്നും. നിലവിൽ നമ്മുടെ റോഡുകളിൽ ഓടുന്ന വാഹനങ്ങളൊന്നും വെള്ളത്തിനകത്തുകൂടെ ഓടുക എന്നുള്ളൊരു പർപ്പസിൽ വരുന്നില്ല. പിന്നെ മോഡിഫൈ ചെയ്ത് നമുക്ക് അങ്ങനെ ആക്കാൻ സാധിക്കും. അത് മോഡിഫിക്കേഷൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എയർ ഫിൽറ്റർ വഴി നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിലോട്ട് വെള്ളം കയറരുത്. അതാണ് മെയിനായിട്ടുള്ള പർപ്പസ്. സൈലൻസർ കൂടെ കയറാം, വാഹനം ഓഫ് കണ്ടീഷനിലാണെങ്കിൽ മാത്രം. പക്ഷേ വാഹനം സ്റ്റാർട്ടാക്കിയിരിക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ റണ്ണിങ് കണ്ടീഷനിൽ ഒരു കാരണവശാലും സൈലൻസറിനകത്തോടെ വെള്ളം കയറാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളക്കെട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു രസത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വാഹനം നല്ല സ്പീഡിൽ പോകുമ്പോൾ വെള്ളം നല്ല സൈഡിലോട്ടൊക്കെ ചീറ്റി പോകുന്ന കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ അത് ഒരു കാരണവശാലും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ അറിയത്തില്ല, ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ വാഹനത്തിലെ എഞ്ചിനിലോട്ട് വെള്ളം കയറി എഞ്ചിൻ സീസായി കഴിഞ്ഞാൽ പിന്നെ കുറേ കാശ് മുടക്കി അത് പണിയാൻ നേരത്തെ നമ്മളിതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു രസമൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. കുറച്ച് വെള്ളമൊക്കെ ഉള്ളതെങ്കിൽ ചുമ്മാ അതിൻ്റെ പുറത്തോടെ ഫ്രീ ആയിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ വെള്ളക്കെട്ടിൻ്റെ ആഴം, അല്ലെങ്കിൽ എത്രത്തോളം ആഴത്തിലാണ് ആ വെള്ളം ഉള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തില്ല. അങ്ങനെയൊക്കെ വരുന്നൊരു കണ്ടീഷൻ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് പോകുന്നൊരു വഴിയാണ്, പുതിയതായിട്ട് പോകുന്നൊരു സ്ഥലമാണ്, അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതുപോലെ വെള്ളക്കെട്ട് കണ്ടാൽ ഒരു കാരണവശാലും വാഹനം ഇറക്കാൻ ശ്രമിക്കരുത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കാം. ചിലപ്പം കുഴിയിലോട്ടായിരിക്കും, ഒരു നല്ലൊരു കുഴിയായിരിക്കും, അവിടെ വെള്ളം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. വാഹനം ഇറക്കിയതിന് ശേഷമായിരിക്കും കുഴിയിലോട്ടോ വല്ലതും പോകുന്നതെങ്കിൽ അത് ശരിക്കും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് നിങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു പുതിയ സ്ഥലത്തോട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വളരെ സേഫായിട്ട് സെക്യൂറായിട്ട് വേണം പോകാൻ. യാത്രയൊക്കെ പോകുന്ന ആൾക്കാരോടും കൂടിയാണ് ഞാൻ ഈ ഒരു അഡ്വൈസ് തരുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് യാത്ര പോകണ്ടെന്ന് ഞാനൊരു കാരണവശാലും പറയത്തില്ല. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ വെള്ളക്കെട്ടോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിലോട്ട് എടുത്ത് ചാടാതിരിക്കാൻ ശ്രമിക്കുക. ഒന്ന് ശ്രദ്ധിക്കുക ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്.